സമയം ഏകദേശം 7 മണി. 7:45 ആലുവയിൽ നിന്ന് കോയമ്പത്തൂരേക്കുള്ള ട്രെയിൻ ഉള്ളത്. എന്തോ ഭാഗ്യം അധികം ലേറ്റായില്ല. ഏകദേശം 7:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി ട്രെയിൻ വരാൻ ഏകദേശം ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. ഇത് എന്തായാലും ഞങ്ങൾ ട്രെയിനല്ല, ഇത് വേറെ ഏതോ ട്രെയിനാണ്. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ പേര് ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മെയിലാണ്. രാത്രി ഒരു 11:45 ആയപ്പോൾ തന്നെ നമ്മൾ കോയമ്പത്തൂരെത്തി. ഇനി കോയമ്പത്തൂർ നമുക്ക് വേറെ ട്രെയിനിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന അണ്ടർപാസ് വഴിയാണ്, അപ്പോൾ അത് കുറച്ചൊന്ന് ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കുംഭകോണത്തേക്കുള്ള ട്രെയിൻ. കുംഭകോണത്തേക്കല്ല, തഞ്ചാവൂരേക്കാണ് കോയമ്പത്തൂരിൽ നിന്ന് ആദ്യം ഇത് പോകുന്നത്. അവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് കുംഭകോണത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ ഈ ട്രെയിൻ തഞ്ചാവൂരെത്തി, അതായത് കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരേക്ക് എത്തി. ഇനി ഇവിടുന്ന് ബസ്സിൽ കുംഭകോണത്തേക്ക് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് കണ്ടു, അതായത് കുംഭകോണത്തേക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിലേക്ക് അങ്ങ് കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു, അപ്പോൾ ഒരു സീറ്റൊക്കെ കിട്ടി. പക്ഷേ വിൻഡോ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഡോറിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഇതിപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് കുംഭകോണത്തേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് കേരളം തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം നമ്മളെ നാട് പോലെയുള്ള ഒരു സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത്, ഈ ഒരു ഏരിയയിലുള്ളത്. എന്തായാലും ഇനി കുംഭകോണം വരെ ഈ കാഴ്ചകളൊക്കെ അങ്ങ് ആസ്വദിച്ച് നമുക്ക് എല്ലാം അങ്ങ് പോവാം. അങ്ങനെ ഒരു ഏകദേശം 20 മിനിറ്റോളം എടുത്തപ്പോൾ തന്നെ ട്രെയിൻ കുംഭകോണത്തെത്തി. നമ്മൾ ബസ്സിലായിരുന്നു ചിലപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ എടുത്തേനെ. അങ്ങനെ ഒരു ഓട്ടോ കയറി. ഓട്ടോയിൽ 1 കിലോമീറ്റർ ദൂരത്തിന് 100 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബാർഗൈനൊക്കെ ചെയ്ത് 60 രൂപയ്ക്ക് ഒപ്പിച്ച് നമ്മുടെ നേരെ ഹോട്ടലിലേക്ക് കയറി. അങ്ങനെ ഹോട്ടലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷായി. എന്തായാലും രാവിലെ തന്നെ എത്തിയല്ലോ, ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ നോക്കി തന്നെ അങ്ങ് നടന്നു. അങ്ങനെ പോകുന്ന വഴി കിടിലൊരു അമ്പലമൊക്കെ വരാൻ പോകുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ തന്നെ ഒരു അടിപൊളി ഹോട്ടലും ഉണ്ട്, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് അവിടെ തന്നെ ഒരു അമ്പലവും കണ്ടത്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും ഊത്തപ്പം, പൂരി, അതേപോലെ മസാല ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം. ഞാൻ ഊത്തപ്പം പൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ ഊത്തപ്പം അവർ കൊണ്ടുവരണേ. ഞാൻ ഉദ്ദേശിച്ച ഊത്തപ്പം ഇതല്ലായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കിടിലൻ ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങിയതും തൊട്ട് അമ്പലത്തിന് മുന്നിൽ തന്നെയാണ്. ആദ്യം കയറിയ അമ്പലം തന്നെ ഒരു പ്രത്യേക ഒരു വൈബുള്ളൊരു അമ്പലം. ഇതിൻ്റെ അകത്ത് എന്തായാലും കയറുന്നില്ല. പുറത്തെ കാഴ്ചകളൊക്കെ നല്ല കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കിടിലം അമ്പലം കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ അമ്പലത്തിൻ്റെ എൻട്രൻസ്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ കയറി കുറച്ച് നല്ല വിഷ്വൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയയിൽ എന്തോ ഒരു പ്രത്യേക ഒരു വൈബ്. കാരണം ഇവിടുന്ന് നോക്കിയാൽ ഈ അമ്പലത്തിൻ്റെ തന്നെ ഫ്രണ്ടിൽ ഒരു ആർച്ച് കാണാം, അത് കഴിഞ്ഞിട്ടുള്ളത് വേറെ അമ്പലം കാണാം. എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ. അങ്ങനെ അവിടെ നേരെ തിരിച്ച് അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇതൊക്കെ ചെയ്തു പോകാൻ സമ്മതിക്കണല്ലേ. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നേരെ ഒരു ബസ്സിൽ കയറി. ഈ ബസ്സിൽ കയറാൻ കുറച്ച് പണിപ്പെട്ടു ഇതിൻ്റെ ബസ് സ്റ്റോപ്പ് കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം ഐരാവതേശ്വര ടെമ്പിളാണ്. ഈ ഒരു അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലം ആകുമ്പോഴേക്കും ഏകദേശം പകുതിയോളം ഈ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും. ഈ ഒരു രഥത്തിൻ്റെ ശില്പകലയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ്.
അങ്ങനെ ഐരാവതേശ്വര ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ കാരക്കുടിയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാരക്കുടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുംഭകോണം ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം ദൂരമുണ്ട് ബസ്സിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി കാരക്കുടിയിലേക്ക്. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ബസ് സ്റ്റാൻഡ് എടുക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ എന്തായാലും ബസ്സിൽ കുറച്ചൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട് ബസ് എടുക്കാൻ. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല, ഞാനാണ് ഫസ്റ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് 2 പേർക്ക് 242 രൂപയാണ് കാരക്കുടിയിലേക്ക്. അങ്ങനെ ബസ്സിന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ കുംഭകോണത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ കുംഭകോണത്ത് നേരെ തഞ്ചാവൂരേക്ക് പോയിട്ട് അവിടുന്ന് പുതുക്കോട്ടെ പിന്നെ കാരക്കുടി ആയിരിക്കും പോകുന്നത്. ട്രെയിനിൽ ഏകദേശം 2.5 മണിക്കൂറേ ആവശ്യമുള്ളൂ. പക്ഷേ ഇനി ബസ്സിൻ്റെ കാര്യത്തിൽ എത്ര എടുക്കുന്നത് എനിക്ക് പറയാൻ ഉറപ്പില്ല. ഞാനൊരു 3 മണിക്കൂറാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 4:30 കഴിഞ്ഞു, എന്നിട്ടും ചെറിയ വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് കുറച്ച് ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തഞ്ചാവൂരെത്തി. തഞ്ചാവൂരിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കാഴ്ചകൾ നോക്കിയതാണ്. ഒരാൾക്കും ഹെൽമെറ്റ് ഇല്ല. ഒരു ബൈക്കിൽ 4 ആൾ വരെ പോകുന്നുണ്ട്, പക്ഷെ ആർക്കും ഹെൽമെറ്റ് ഇല്ല. ആസ് യൂഷ്വൽ ടിപ്പിക്കൽ തമിഴ്നാട് സിറ്റി. അങ്ങനെ തഞ്ചാവൂർ എത്തിയപ്പോൾ നമ്മളൊരു KSRTC ബസ് കണ്ടു. ഇത്രയും ദൂര സ്ഥലത്ത് നിന്ന് ഒരു KSRTC ബസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസം. ഇത് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സാണ്. അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോഴാണ് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്ന 2 പേരെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ വ്ളോഗറാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. വലിയ വ്ളോഗറാണെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾക്കെല്ലാം അറിയാം ആകെ 100-200 വ്യൂസ് കിട്ടുന്ന വ്ളോഗറാണ്. ഇതിപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ പുതുക്കോട്ടെ വരെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ വിഷ്വൽസ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവന് നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഉള്ള ഡ്രസ്സൊക്കെ കീറിയ ഡ്രസ്സായിരുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തായാലും കൊടുക്കുമായിരുന്നു. എന്തായാലും നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ അവൻ വിൻഡോ ക്ലോസ് ചെയ്തു. ഇതിപ്പോൾ കീരാനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടുള്ളത്. ഇനി പുതുക്കോട്ടയിലേക്ക് ഏകദേശം 1 മണിക്കൂർ കൂടെ ഉണ്ട്. അങ്ങനെ ഏകദേശം 7 മണിയായപ്പോൾ പുതുക്കോട്ട എത്തി. ഇനിയിപ്പം 1 മണിക്കൂറുണ്ട് കാരക്കുടിയിലേക്ക്. അങ്ങനെ കാരക്കുടി എത്തിയ ശേഷം നല്ലൊരു ഹോട്ടൽ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. 8 മണി ആയതേ ഉള്ളൂ, പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 8:30-8:45 ആയപ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി. അത്യാവശ്യം നീറ്റായ റൂം തന്നെയായിരുന്നു. എന്തായാലും ഒരു ദിവസത്തേക്ക് താമസിക്കാൻ ഇതൊക്കെ ധാരാളം തന്നെ. ഈ ഹോട്ടൽ റൂമിലെ ഈ ഹാളൊക്കെ നല്ല ഒരു ചെട്ടിനാട് വൈബുള്ള ഒരു സെറ്റപ്പായിരുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ റൂമിലാണുള്ളത്. അപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷായി. പിന്നെ ഭയങ്കര ഒരു മുഷിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ കുംഭകോണത്ത് നിന്ന് കാരക്കുടിയൊക്കെ നമ്മൾ ബസ്സിലായിരുന്നു വന്നത്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറേ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഒരു 5 മണിക്കൂറോളം നമ്മൾ ബസ്സിൽ ഇരുന്ന് മുഷിഞ്ഞൊരവസ്ഥയായി. പക്ഷെ ഇപ്പോൾ റൂമിലെത്തി, ഒന്ന് ഫ്രഷായി, അത് സെറ്റായി. പക്ഷെ നാളെ നമുക്കിനി നേരത്തെ എഴുന്നേൽക്കാനുണ്ട്. ചെട്ടിനാട് മൊത്തം ഒന്ന് കറങ്ങേണ്ടതുണ്ട്. അപ്പം എന്തായാലും നാളെ കാണാം.